ഭയങ്കര ചൂടാട്ടാ. ഓ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റണ്ടായിപ്പോ. എന്താ ചെയ്യേ? നമ്മുടെ ശേഖരനെ ഈ വഴിക്ക് കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. നമുക്കൊന്ന് ശേഖരന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചാലോ? എന്നാ വാ. ആ ശേഖരന്റെ മോളല്ല വരുന്നേ. ആ അത് ശേഖരന്റെ മോൾ തന്നെയാ. എന്നാ പിന്നെ ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അത് ശരിയാ. അല്ല മാളു, ആ ആ ഞങ്ങളാണ്ട് വീട്ടിലേക്ക് വരാതിരിക്കായിരുന്നു. ആ അച്ഛനെ കാണാത്തോണ്ടാവൂലേ? ആ മോളെ, വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നതാണേ. കുറച്ച് ദിവസമായിട്ട് മോളുടെ അച്ഛനെ ഇങ്ങോട്ട് കാണുന്നില്ല. എന്ത് പറ്റി? ആ വയ്യാതിരിക്കാണോ? അച്ഛന് കുഴപ്പമൊന്നുമില്ല ചേട്ടാ. പിന്നെന്താവും വരാത്ത? അച്ഛന്റെ രണ്ടാമത്തെ ചേട്ടൻ മാധവനില്ലേ? ആ ശേഖരൻ അനുഭവിക്കേണ്ട മുതലൊക്കെ തട്ടിയെടുത്ത ആളല്ലേ? ആ അതന്നെ. അച്ഛന്റെ ആ ചേട്ടനെ കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലാ. എന്താ സുഖം? ഇവിടുന്ന് നെഞ്ചുവേദന പറഞ്ഞാ കൊണ്ടുപോയത്. അറ്റാക്ക് അങ്ങനെയാണോ? അതൊന്നും അറിയില്ല. ആൾക്ക് അങ്ങനെ വേദനയൊക്കെ മാറി. പക്ഷെ ആളിപ്പോൾ ഐസിയുവിലാ. വേദന ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഐസിയിൽ എടുത്തിരിക്കുന്നത്? വേദന അല്ല ചേട്ടാ ഇല്ലാത്തുള്ളൂ. കൊച്ചിയിലും പാലക്കാട്ടൊക്കെ ആയിട്ടേ 4 ഫ്ലാറ്റ്, ദുബായിൽ 1 ഫ്ലാറ്റ്, അതുപോലെ തന്നെ മൂന്നാറിലൊരു ബംഗ്ലാവ്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഹോസ്പിറ്റലുകാർ മനസ്സിലാക്കി കാണും. ഇതാ പറയണേ, പൊട്ടനെ ചട്ടം ചതിച്ചാലേ ചട്ടനെ ദൈവം ചതിക്കും. അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ. അതന്നെ ചേട്ടാ, എൻ്റെ അച്ഛനെ പറ്റിച്ചതും ബാക്കിയുള്ളതൊക്കെ ഇതിൽ പോവും. ദൈവത്തിന്റെ 1.5 പണി. അതെന്തായാലും നന്നായി.